ഒരു പുതിയ ജീവിതം മധുരയിലേക്ക് വന്നപ്പോൾ ആ ആഗ്രഹം മാത്രമേ അവൾക്കുണ്ടായിരുന്നുള്ളൂ. കയ്യിലൊരു ധനവുമില്ല എന്ന് അവൻ അവളോട് പറഞ്ഞപ്പോൾ നിസ്സഹായനായ തൻ്റെ ഭർത്താവിന് നേരെ വിലമതിക്കാനാകാത്ത തൻ്റെ ചിലമ്പുകളിൽ ഒരെണ്ണം അവൾ വെച്ച് നീട്ടി. എന്നാൽ ഒരു നരാധമന്റെ ചതിപ്രയോഗത്തിലൂടെ ആ ചിലമ്പ് മഹാറാണിയുടെ മോഷണം പോയ ചിലമ്പാക്കി തീർത്ത് കള്ളനെന്ന് മുദ്ര കുത്തിയ അവനെ പാണ്ഡ്യമന്നൻ നിഷ്കരുണം കൊന്നുകളഞ്ഞു. ഭർത്താവിൻ്റെ ചിരിക്കുന്ന മുഖത്തിനായി കാത്തിരുന്നവൾക്ക് കിട്ടിയതോ അവൻ്റെ മരണവാർത്തയും. എന്നാൽ മുറിയടച്ച് കരയുകയല്ല അവൾ ചെയ്തത്. മുടിയഴിച്ച് രണ്ടാമത്തെ ചിലമ്പുമായി പാണ്ഡ്യമന്നന്റെ സദസ്സിലെത്തുകയാണ് ചെയ്തത്. അവൾ പാണ്ഡ്യമന്നനോട് ചോദിച്ചു, എന്ത് തെറ്റാണ് എൻ്റെ ഭർത്താവ് ചെയ്തത്? മഹാറാണിയുടെ ചിലമ്പ് കെട്ടവന് വധശിക്ഷ വിധിച്ചു എന്ന പാണ്ഡ്യമന്നന്റെ അഹന്ത നിറഞ്ഞ മറുപടി കേട്ട് അവൾ ചോദിച്ചു, മഹാറാണിയുടെ ചിലമ്പിലെ കല്ലുകൾ ഏതായിരുന്നു? മഹാറാണി പറഞ്ഞു, മുത്തുകൾ. കാളിയുടെ യുദ്ധകാഹളത്തിന് സമാനമായി അവൾ അലറി, പാണ്ഡ്യ, നീ ചെയ്തത് പാപം. അടിമയും അരസനും ചെയ്യാൻ പാടില്ലാത്ത പാപം, ആണ്ടവനും അറക്കനും ചെയ്യാൻ പാടില്ലാത്ത പാപം. ഇതിന് നീ അനുഭവിക്കും. മധുര നിന്ന് കത്തും എന്നലറിക്കൊണ്ട് അവൾ അവളുടെ കയ്യിലിരുന്ന രണ്ടാമത്തെ ചിലമ്പ് എറിഞ്ഞുടച്ചപ്പോൾ അതിൽ നിന്ന് വീണത് മുത്തുകളല്ലായിരുന്നു, മരതക കല്ലുകളായിരുന്നു. അവളുടെ കണ്ണിൽ നിന്ന് പൊടിഞ്ഞ കണ്ണീരിൽ അന്ന് മധുര നിന്ന് കത്തിയപ്പോൾ മധുര മീനാക്ഷി പോലും നിസ്സഹായയായി. അവൾ കണ്ണകി.